എത്ര കാലം പഴക്കമുള്ള വീടും നമുക്ക് ഇതിന്റെ മുകളിലേക്ക് സിമ്പിൾ ആയിട്ട് പണിയാം. ഒരു എക്സാമ്പിൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണിയുന്ന വീട് 25 വർഷം പഴക്കമായ വീടിന്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ഇത് പണിയുന്നത്. അപ്പോൾ അത് വെയിറ്റ്ലെസ് കട്ട കാരണം നമുക്ക് എല്ലാം കൊണ്ടും സേഫ്റ്റിയാണ്. അതിനും പുറമെ നമുക്ക് ഈ ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫീൽ കിട്ടും. കൂളിംഗ് പിന്നെ എല്ലാ ബ്രിക്കിനെ അപേക്ഷിച്ച് കൂളിംഗ് കൂടുതലാണ്. ഒറ്റ ലൈനിൽ ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കമ്പിയും ഒക്കെ ഇട്ടിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുക. നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂര് പുതുക്കാട് ഭാഗത്താണ്. എന്റെ ബാക്കിൽ കാണുന്ന ഈ വീട്ടില് റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലത്തെ നില ഒരു 4 സ്മാർട്ട് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് പണിയുന്നത്. HP ബ്രിക്ക് ഉപയോഗിച്ചിട്ട് 6 ഇഞ്ചിന്റെയും 8 ഇഞ്ചിന്റെയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് പണിയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ബ്രിക്സ് ഒക്കെ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതില് 8 ഇഞ്ചിന്റെ ബ്രിക്കും 6 ഇഞ്ചിന്റെ ബ്രിക്കും ഈ സൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പോറോത്തോമിന്റെ വീനബർഗറിന്റെ പോറോത്തും സ്മാർട്ട് ബ്രിക്സ് ആണ്. HP ബ്രിക്ക് ആണ്, അതായത് ഇങ്ങനെ ഹൊറിസോണ്ടലി പെർഫറേറ്റഡ് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ പോറോത്തും ബ്രിക്സിന്റെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിലും കൂടുതലും പുതിയ വീടുകൾ, നല്ല ഉറപ്പില് നല്ല പുതിയ വീടുകളുടെ ഒക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോ ഒരുപാട് പേര് റിനോവേഷൻ വർക്കുകളിലേക്കും അതായത് ഇങ്ങനെ അപ്സ്റ്റെയർ എടുക്കണേലേക്കും ഒക്കെ ആയിട്ട് ഈ ബ്രിക്സ് കൂടുതൽ ചൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ വെയിറ്റ് കുറവാണ്. ഇപ്പൊ ഇവിടെ സിമെന്റ് കട്ട എടുക്കുന്നുണ്ട്. ഇതൊരു കട്ടയ്ക്ക് ഒരു 23-24 കിലോളൊക്കെ വരും. അതാണെങ്കിൽ ഒരു 0.5 സ്ക്വയർ ഫീറ്റ് ആണ് സൈസ് വരെ ഇങ്ങനെ നോക്കുമ്പോ. പക്ഷെ ഇപ്പൊ ഈ ബ്രിക്ക് 0.9 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് അതിന്റെ ഡബിൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ 4/1 ഭാരം മാത്രമേ ഇത് വരുള്ളൂ. ഇപ്പൊ യൂഷ്വലി ഇപ്പൊ ഈ ക്ലേ കളറൊക്കെ കാണുമ്പോ, കളിമണ്ണിന്റെ ആണെന്നൊക്കെ കാണുമ്പോ കുറച്ച് വെയിറ്റ് കൂടുതൽ ഉണ്ടാവും എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ ഇതിന്റെ 6 ഇഞ്ച് ബ്രിക്കിന് ആകെ 8 കിലോയാണ് ഭാരം വരുന്നത്. പക്ഷെ ഇതിന്റെ ഓൾമോസ്റ്റ് ഇരട്ടി വലുപ്പവും വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇവിടെ കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ല വെയിറ്റ് കുറവാണ്, പ്ലസ് ഇതിന് നല്ല ചൂട് കുറവാണ്. ഇതിന്റെ ഉള്ളില് ഹോളാണ്, പിന്നെ ഇത് കളിമണ്ണോണ്ടാണ് ഉണ്ടാക്കണത്. ഈ 2 കാര്യം കൊണ്ട് ഇത് ചൂട് വളരെ കുറവായിരിക്കും. പിന്നെ ഇതിന് ഉറപ്പ് കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് അത് വന്നിട്ട് 15% താഴെയാണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആണ് ഈ പോറോത്തോമിന്റെ ഈ മെറ്റീരിയൽ. ഇപ്പൊ ചൂടുകട്ടയാണെങ്കിലും വെട്ടുകല്ലാണെങ്കിലും സിമെന്റ് കട്ടയാണെങ്കിലും ഇതിനേക്കാൾ കൂടുതലാണ് വരുന്നത്. പിന്നെ ഈ വീട് റിനോവേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റിനോവേഷൻ ആട്ടോ, അല്ലാതെ മുകളിലേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഇത് നല്ല പഴക്കമുള്ള വീടാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇടയിൽ ബീമൊന്നും ഇല്ലാത്ത വീടാണ്. അപ്പൊ ഇവിടെ സ്റ്റീലിന്റെ ഇങ്ങനെ ബീം ഇട്ടിട്ട് സപ്പോർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പഴയ വീടായതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് കുറഞ്ഞ ബ്രിക്ക് വേണം എന്നുള്ളത് ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പോറോത്തോം ബ്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യണത് ഇപ്പോ കംപ്ലീറ്റ്ലി വീടിന്റെ സ്റ്റൈല് മാറുന്നുണ്ട്. ഇതിപ്പോ കട്ട ഇങ്ങനെ മുറിച്ചു വെച്ചിട്ടുള്ളത് കാണാം. ഇത് വേറെ ഒന്നുമല്ല, ഇത് ലിൻഡല് ചെയ്യാനായിട്ട് മുറിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കമ്പിയൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് ചുമര് പണിത് വരുമ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ ലിൻഡല് പോയിട്ടുണ്ടെന്ന് അറിയില്ല, വേറെ പലകൊന്നും അടിക്കണ്ട, അങ്ങനെ കുറെ എളുപ്പങ്ങളുണ്ട്. എളുപ്പം കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുള്ളൂ, ഉള്ളിൽ കൂടെ കോൺക്രീറ്റ് പോയത് കാണില്ല. അതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇവിടെ ഇരിക്കണത്. ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പൈപ്പൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത് കാണാൻ പറ്റും. ഞാൻ പല വീഡിയോയിലും ഇപ്പൊ മുകളിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളതും കാണാൻ പറ്റും. ഇങ്ങനെ കൺസീൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. ഇത് കട്ട പണിയണ സമയത്ത് തന്നെ നമ്മൾ മുന്നേ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒക്കെ കൺഫേം ആക്കി വെക്കണം. എന്നിട്ട് നമ്മൾ കട്ട പണിയണ സമയത്ത് തന്നെ നമ്മൾ പൈപ്പ് ഇട്ട് പോകും. ഇതും അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു വീടാണ്. ഇപ്പൊ ഇവിടെ ലിൻഡലിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ലിൻഡൽ ഞാൻ നേരത്തെ കാണിച്ചില്ല, അപ്പൊ അത് കൺസീൽഡ് ആയിട്ട് ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തന്നു. അത് ഇങ്ങനെയാണ് വെക്കുക. ഇത് വെച്ച് ഒറ്റ ലൈനിൽ ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കമ്പിയും ഒക്കെ ഇട്ടിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത് നമ്മളുടെ ബ്രിക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനത്തെ റിനോവേഷൻ വർക്കുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മുടെ പോറോത്തും ബ്രിക്ക് ഒരു പ്രീമിയം ബ്രിക്കാണ്, അത് കോസ്റ്റ് കൂടുമല്ലോ എന്നുള്ളൊരു തോട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ ഇതുപോലെയാണ് വീട് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ എക്സ്പോസ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വലിയ കോസ്റ്റ് ഡിഫറൻസ് ഇല്ലാതെ തന്നെ, അതായത് സിമെന്റ് ബ്രിക്ക് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ, സിമെന്റ് ബ്രിക്ക് പണിത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അതുമ്പോൾ തേക്കും, പിന്നെ പുട്ടി പെയിന്റ് അങ്ങനത്തെ വർക്കുകളൊക്കെ ഫിനിഷിംഗ് വർക്കുകൾ വരും. അപ്പൊ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് വലിയ കോസ്റ്റ് ഡിഫറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഇത്രയും നല്ല ബ്രിക്ക്
ബ്രിക്ക് വെച്ചിട്ട് പോറോത്തം ബ്രിക്ക് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പുതിയ വീട് ചെയ്യണ ആ ഒരു കൺസെപ്റ്റിൽ മാത്രമല്ല, ഇതുപോലെ റെനോവേഷൻസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് എടുക്കുമ്പോൾ വെയിറ്റ് കുറയാന്നുള്ളത് ഒരു വലിയൊരു ഫാക്ട് ആണല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഇപ്പൊ മുകളിലേക്ക് എടുക്കുന്ന ഇങ്ങനത്തെ വീടുകളാണെങ്കിലും പോറോത്തും ബ്രിക്ക് എന്നുള്ളത് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഇപ്പൊ എടുത്ത ആളുകൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ കോസ്റ്റ് കമ്പയർ ചെയ്ത് പറഞ്ഞു. അതിന്റെ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ യൂഷ്വലി സിമെന്റ് ബ്രിക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6, 8, 12 ബ്രിക്ക് ഒരു 40 രൂപയ്ക്ക് താഴെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇപ്പോ നമ്മളുടെ പോറോത്തും ബ്രിക്ക് ഇപ്പൊ ഈ 6 ഇഞ്ചിന്റെ ബ്രിക്ക് എന്ന് പറയുമ്പോൾ 6, 8, 16 അളവ് വരുന്നത്. അതായത് മറ്റേതൊരു 0.5 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഇതൊരു 0.9 സ്ക്വയർ ഫീറ്റ് വരെ ഓൾമോസ്റ്റ് ഡബിൾ സൈസ് വരുന്നുണ്ട്. അതാണെങ്കിൽ ഇന്നത്തെ റേറ്റ് പ്രകാരം നമ്മൾ ബൾക്ക് ഡയറക്റ്റ് എടുക്കുമ്പോഴത്തെ റേറ്റ് വന്നിട്ട് 80 റുപ്പീസ് ആണ് തൃശ്ശൂരത്തെ ഒരു ആവറേജ് റേറ്റ് വരുന്നത് 6 ഇഞ്ചിന്റെ പോറോത്തും ബ്രിക്കിന്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ മെറ്റീരിയൽ കോസ്റ്റ് അവിടെ തന്നെ നമുക്കത് സെയിം ആയി. പിന്നെ ഇത് നമ്മൾ പണിത് വരുമ്പോ നമ്മൾ തേക്കണമൊന്നും ഇല്ല എന്നുള്ളതൊക്കെ നമുക്കതില് ആ ഒരു കോസ്റ്റ് ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വലിയ കോസ്റ്റ് ഡിഫറൻസ് ഇല്ലാതെ ഫിനിഷ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഇത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് വളരെ കുറവായിരിക്കും. ഇപ്പൊ ക്ലേ കൊണ്ടാണ് നമ്മൾ ഇതിലൊരു ശതമാനം പോലും മണ്ണ് മിക്സ് ചെയ്യാതെയാണ് വീണാഭാഗരുടെ പ്ലാന്റിൽ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് പോറോത്തും ബ്രിക്ക്. പിന്നെ ചൂട് കുറവായിരിക്കും, ചെതല് പിടിക്കില്ല. ഇത് 900 ഡിഗ്രിയിൽ ഫയർ ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ചെതല് പിടിക്കില്ല എന്നുള്ളതും ഇതിന്റെ ഒരു പ്ലസ് ആണ്. പിന്നെ ഇതിന്റെ ഉറപ്പിന്റെ കാര്യം, ഇപ്പൊ നമ്മളുടെ VP ബ്രിക്ക് ആണെങ്കിൽ നമുക്ക് 10 ന്യൂട്ടന് മുകളിൽ കംപ്രസീവ് സ്ട്രെങ്ത് വരാറുണ്ട്. നമ്മുടെ HP ബ്രിക്ക് ആണെങ്കിൽ 4 ന്യൂട്ടൺ. അങ്ങനെ അത്രയും ഉറപ്പും കൂടിയ ബ്രിക്കാണ് പോറോത്തും ബ്രിക്ക്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ വർക്ക് നടക്കണ സമയമാണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോറോത്തും ബ്രിക്കില് പണി ചെയ്യുന്ന റിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. എക്സ്പോസ്ഡ് വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പൊ ചേട്ടന്റെ ഫീഡ്ബാക്കും എങ്ങനെയാണ്, ഈ വർക്കിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. പോറോത്തോം ബ്രിക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എത്ര കാലം പഴക്കമുള്ള വീടും നമുക്ക് ഇതിന്റെ മുകളിലേക്ക് സിമ്പിൾ ആയിട്ട് പണിയാം. ഒരു എക്സാമ്പിൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണിയുന്ന വീട് 25 വർഷം പഴക്കമായ വീടിന്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ഇത് പണിയുന്നത്. അപ്പോൾ അത് വെയിറ്റ്ലെസ് കട്ട കാരണം നമുക്ക് എല്ലാം കൊണ്ടും സേഫ്റ്റിയാണ്. അതിനും പുറമെ നമുക്ക് ഈ ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫീൽ കിട്ടും. കൂളിംഗ് പിന്നെ എല്ലാ ബ്രിക്കിനെ അപേക്ഷിച്ച് കൂളിംഗ് കൂടുതലാണ്. അതാണ് ഇപ്പോൾ പോറോത്തോം ബ്രിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ വീണാബർഗറിന്റെ ഡീലേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി ബ്രിക്ക് വേണമെന്നുണ്ടെങ്കിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.